Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ എത്ര പേര് ചക്കക്കുരു വറുത്ത് കഴിച്ചിട്ടുണ്ട്? അധികം ആരും കഴിക്കാൻ സാധ്യതയില്ല. പണ്ടുകാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് അയിനിച്ചക്കയുടെ കുരുവും ചക്കക്കുരുവും എല്ലാം നല്ല ചൂട് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് ശർക്കര കൂട്ടി കഴിക്കാറുണ്ട്. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ബർഗറും പിസയും ഒക്കെ കഴിക്കുന്ന തിരക്കിലാണല്ലേ. നമ്മുടെ ചക്കക്കുരു വറുത്തതിൻ്റെ കഥകളൊന്നും കുട്ടികൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തായാലും പഴയ കാലത്തെ സമൃദ്ധമല്ലാത്തതും സംതൃപ്തവുമായ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് നമ്മുടെ ചക്കക്കുരു വറുത്തതുമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വറുത്തതാണ്. ഇതിനായിട്ട് നമ്മൾ ചക്കക്കുരു ഒരു ദിവസമെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഞാനിതിപ്പോൾ അങ്ങനെ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയ ചക്കക്കുരുവാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വറുക്കാനായിട്ട് നമുക്ക് മൺചട്ടിയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയോ ഏതാണോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കി വറുത്ത് കൊടുക്കണം. തീ ഒന്ന് കൂട്ടുക. നമ്മുടെ ചക്കക്കുരുവിനൊക്കെ നിറം മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മാറി വരുമ്പോഴാണ് ഇത് പാകത്തിനാകുന്നത്. അതുവരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ചക്കക്കുരു വറുത്തുണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നേരമുള്ളപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ചക്കക്കുരുവൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കൈ പൊള്ളും. എൻ്റെ കൈ ഇത്തിരി പൊള്ളി. ഞാനതിന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത്തിരി പേസ്റ്റ് എടുത്ത് അവരെ തേച്ച് പിടിപ്പിച്ചു. കൈ പൊള്ളിയാൽ ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഇത് വളരെ ചെറുതായിട്ട് പൊള്ളുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോഴി നെയ്യൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു നീറ്റൽ മാറുമ്പോൾ നമുക്കത് കഴുകിക്കളയാം. നമ്മുടെ ഈ ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ. നമ്മുടെ ചക്കക്കുരു ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഏറ്റവും സൂപ്പറെന്ന് പറഞ്ഞാൽ ശർക്കരയുടെ കൂടെ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ കരിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത്തിരി കട്ടൻ ചായയോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും